ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇരുട്ടൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. പക്ഷേ അത് പകൽവെട്ടം പോലെ സത്യവുമായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊട്ടേഷേപിച്ചോ. 10ാം ക്ലാസ് എടുത്തല്ലാനോ, അത് സ്കൂളിൽ വന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോ 8ാം ക്ലാസ് പിള്ളേരാ എന്നെ ഊടുപാടെടുത്തിട്ട് അലക്കിയത്. ഒന്ന് പോവേ, അതുകൊണ്ട് ഒരു കൊട്ടേഷൻ. നിരഞ്ജൻ സാറാ? ഫോൺ എടുക്ക്. സാറേ. പെരുന്തേ. സാറ് ധൈര്യമായിട്ടിരുന്നോ. ദേവിക മേഡത്തെ ഞങ്ങൾ കണ്ടെത്തി സേഫായിട്ട് സാറിൻ്റെയും അക്ഷര മേഡത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഇടട്ടെ, വേഗം കയറടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. പോവാ. ദേവിയെ കണ്ടു എന്നല്ലേ പരുന്ത് പറഞ്ഞത്? അതെ, അവര് വന്നുകൊണ്ടിരിക്കുക. സാറേ, മേഡം ഒരു അപകടത്തിൽ പോയി ചാടിയനെ. കൃത്യസമയത്ത് കാലൻ ഇടപെടുന്ന പോലെ ഞങ്ങൾ ഇടപെട്ടു. കാലനല്ലടാ മണ്ട, ദൈവം. നിനക്ക് ഏത് ദൈവത്തിന്റെ ഷേപ്പാണ് ഉള്ളത്? കാലൻ, അത് മതി. ഒന്ന് നന്നായി കരഞ്ഞു. നെഞ്ചിനുള്ളിലെ ഉപ്പുകല്ലുകൾ അലിഞ്ഞു തീർന്നു പോട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയ. ദേവികയുടെ ഉള്ളൊന്ന് തണുക്കട്ടെ. ദേവിക, കൂൾ. ഇങ്ങോട്ട് നോക്ക്. ഇനിയൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് വളരെ വലിയ തെറ്റെന്നേ ഞാൻ പറയൂ. സിദ്ധു തന്നെ ദേവികയുടെ ജീവിതത്തിൽ വേണം.